നമസ്കാരം. ഈ ഭൂമിയിൽ രണ്ട് തരം ആളുകൾ ഉള്ളതായിട്ടാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ജീവിതത്തോട് ആസക്തിയുള്ളവരും ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതയാത്രയിൽ നമ്മൾ എത്തിപ്പെടുന്ന ഓരോ സാഹചര്യങ്ങളോടും ഓരോ മെറ്റീരിയൽസിനോടും ആസക്തിയുള്ളവരും. ജീവിതത്തിനോട് ആസക്തിയുള്ളവർ അവരുടെ ജീവിതം ആസ്വദിച്ച് ജീവിക്കും. അവർക്ക് ഇല്ലായ്മകളോ അരുതായ്മകളും ഒന്നും പ്രശ്നമല്ല. അവർ എത്തിപ്പെടുന്ന സിറ്റുവേഷൻസിനെ മനോഹരമാക്കാനായിട്ട് ആസ്വാദികരമാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതിലൂടെ വരുമാനവും നല്ല ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള സിറ്റുവേഷൻസും ഒക്കെ വീണ്ടും വീണ്ടും ആസ്വദിച്ച് മുമ്പോട്ട് പോകും. മറ്റ് ചിലർ എത്തിപ്പെടുന്ന ചില സിറ്റുവേഷൻസിൽ സ്റ്റക്കായി നിൽക്കും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട കറി കഴിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ആവശ്യപ്പെടും, മറ്റേ കറി കഴിക്കത്തില്ല. പ്രത്യേകിച്ച് ഈ സദ്യയൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് അവിയൽ ഇഷ്ടമാണ്, ആ അവിയൽ തന്നെ അങ്ങ് സ്റ്റക്ക് ചെയ്ത് 2, 3, 4 തവണ അവിയൽ, മറ്റ് കറികളെല്ലാം അവിടെ നിൽക്കും. അതേസമയം ജീവിതത്തോട് ആസക്തിയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവരുടെ ഇല കഴിച്ച് കഴിയുമ്പോൾ ഇലയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളകിൻ്റെ കഷ്ണങ്ങളും ഒഴിച്ച് ബാക്കി ഒന്നും അവിടെ ഉണ്ടാവില്ല. ചിലപ്പോൾ ആ വിളമ്പിയ ഉപ്പിൻ്റെ ഒരു തരി ചിലപ്പോൾ മിച്ചം കാണും, ബാക്കി മുഴുവൻ അവർ കഴിച്ച് തീർത്തിരിക്കും. കാരണം എല്ലാ സിറ്റുവേഷൻസിനെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്ത് ആ ഒരു സന്തോഷം, ഹാപ്പിനെസ് തുടർന്ന് പോകാനായിട്ട് ആണ് ആസ്വദിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. തൊട്ടടുത്ത വിവാഹത്തിനായിട്ട് വീണ്ടും കാത്തിരിക്കുകയും ചെയ്യും. കാരണം ഇത് കഴിഞ്ഞു അടുത്തത്. അതേസമയം ഈ ജീവിതാസക്തിയല്ല, സിറ്റുവേഷനിലോടാണ് ആസക്തിയുള്ളവർ. അവർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഭക്ഷണം, ചിലപ്പം ചോറ് വിളമ്പിയത് പകുതി പോലെ ഇരിക്കുന്നതാണ്, ആ അവിയൽ മാത്രമൊക്കെ എടുത്ത് കഴിക്കുന്നത് കാണാം. അല്ലെ പായസം മാത്രം കഴിക്കാനായിട്ട് ചിലർ വിളമ്പുമ്പോഴേ പറയും, ഞാനിപ്പോൾ ചോറുണ്ണാൻ വന്നതല്ല, എനിക്ക് ഒരു ഗ്ലാസ്സിൽ പായസം മാത്രം തന്നാൽ മതി, 1-2 ഗ്ലാസ് പായസം കഴിച്ച് അവർ എഴുന്നേറ്റ് പോകും. അപ്പോൾ അവർ ആ സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരാണ്. ഈ സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരാണ് ജീവിതത്തിൽ വലിയ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കാത്തത്. സിറ്റുവേഷനിൽ സ്റ്റക്കായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുക, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഒരു സുഹൃത്ത് വലയം ഉണ്ടാവും. ആ സുഹൃത്ത് വലയവുമായിട്ട് കൂടിച്ചേർന്ന് പല അരുതായ്മകളും അല്ലെ ചെയ്യാവുന്ന പല കാര്യങ്ങളും എല്ലാം ചെയ്യും. അവർ ആ ഒരു ഗാങ്സ്റ്റർ നിലപാടിൽ നിന്ന് വിട്ടുപോരാനായിട്ട് അവർ തയ്യാറാകാതെ സ്വയം നശിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പോൾ സിഗരറ്റ് വലി പോലെ മദ്യപാനം പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ചെയ്തിരുന്നുണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് ജോലി, അത് കഴിഞ്ഞ് കുടുംബം, കുട്ടികളെ എന്നുള്ള സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ വീണ്ടും പഴയ ആ സിറ്റുവേഷനിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കപ്പെടുന്നവരാണ് വീണ്ടും ആ ലഹരിയിലൊക്കെ അടിമപ്പെട്ട് ജീവിതത്തോടുള്ള ആസക്തി വിട്ട് ആ സിറ്റുവേഷണൽ ആസക്തിയിൽ സ്റ്റക്കായി പോകുന്നത്. അവർ മുമ്പോട്ട് പോവില്ല. അതേസമയം ജീവിതത്തോട് ആസക്തിയുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഓരോ സിറ്റുവേഷൻസിനെയും മാക്സിമം യൂസ് ചെയ്ത് ആസ്വദിച്ച് അടുത്ത സിറ്റുവേഷൻസിലേക്ക് വീണ്ടും കടന്ന് അങ്ങ് പോകും. അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല, ഉള്ളത് ശുഭപ്രതീക്ഷ മാത്രമാണ്. എന്താണ്? ഇന്നത്തതുപോലെ ആകരുത് നാളെയും എന്നുള്ള ഒരു ചിന്ത. വ്യത്യസ്തങ്ങളായിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അതിലൂടെ യാത്ര ചെയ്ത് അവരുടെ ആ ആസക്തി തീർത്ത് മുന്നോട്ട് പോകുന്നു. അപ്പം അത്തരത്തിലുള്ളവർക്ക് അവർ അച്ചീവ് ചെയ്യുന്ന മേഖലകൾ എന്തൊക്കെയാണ്? ഈ ജീവിതത്തോട് ആസക്തിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം ഒരു വിഷയമേ അല്ല. അവർ ഏത് തരം സിറ്റുവേഷൻസിലൂടെ എത്തിയാലും ആ സിറ്റുവേഷൻസിലെ കസ്റ്റമൈസ് ചെയ്ത് അവരുടേതാക്കി മാറ്റുന്നു. ആ സാഹചര്യങ്ങളെ അവരുടേതാക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും അതിൽ നിന്ന് ഹാപ്പിനെസ് ഉണ്ടാക്കാനും അവർ ചിന്തിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും.
ആ സ്റ്റേജിൽ ഉണ്ടാക്കിയെടുത്ത അച്ചീവ്മെൻറ്റ്സ് അടുത്ത സ്റ്റേജിൽ അവരുടെ പ്രവൃത്തി പരിചയമായിട്ട് അല്ലെങ്കിൽ മൂലധനമായിട്ട് കരുതി അടുത്ത സ്റ്റേജിലേക്ക് കടന്നു പോകും. അപ്പോൾ അഡിക്റ്റഡ് ടു ലൈഫ് എന്ന സിദ്ധാന്തത്തിൽ ഉറച്ച് നിൽക്കുന്ന ആൾക്കാരെ തോൽപ്പിക്കാനായിട്ട് പാടാണ്. കാരണം അവർ ഭയരഹിതരായിരിക്കും. അവർക്കറിയാം ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കേണ്ടവനല്ല, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്ന പ്രതിബന്ധങ്ങൾ ഈ സിറ്റുവേഷൻ മാറുന്നതോടുകൂടി തീരുന്നു. ഇപ്പോൾ ഇതിനെ ഒരു ഏജ് കാറ്റഗറിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ജനിച്ചു തൊട്ട് 10 വയസ്സ് വരെ, 10 തൊട്ട് 20 വയസ്സ് വരെ, 20 തൊട്ട് 30 വരെ, 30 തൊട്ട് 40 വരെ, 40 തൊട്ട് 50 വരെ, 50 തൊട്ട് 60 വരെ, ഇങ്ങനെ ഒരു ഏജ് കാറ്റഗറിയിലാണ് ഈ സിറ്റുവേഷൻസ് എന്ന് നമുക്കൊന്ന് അസ്യൂം ചെയ്താൽ ഓരോ സിറ്റുവേഷനിലും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അവർ ആസ്വദിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു. 20കളിൽ ചെയ്യുന്ന കാര്യമല്ല അവർ 30കളിൽ ചെയ്യുന്നത്, 30കളിൽ ചെയ്യുന്ന കാര്യമല്ല അവർ 40കളിൽ ചെയ്യുന്നത്, 40കളിൽ ചെയ്യുന്നത് അവരൊരിക്കലും 50കൾക്ക് ശേഷം ചെയ്യാറുമില്ല. 60കൾക്ക് ശേഷം ഈ 1 തൊട്ട് 50 വരെ ചെയ്തിരുന്ന കാര്യങ്ങളെ എല്ലാം വിസ്മരിച്ച് മറ്റു പല കാര്യങ്ങളിലേക്ക് പോകും. അപ്പം ഓരോ സിറ്റുവേഷൻ, അപ്പോൾ ഏജ് വൈസ് പറയുകയാണെങ്കിൽ അവർ പിന്നെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഏണിങ്സിൻ്റെ ആ ഒരു കാലഘട്ടം സിറ്റുവേഷൻസ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെയും അവർ പണം ഉണ്ടാക്കി തുടങ്ങിയ കാലത്ത് പണം ചെലവഴിക്കുന്നതിൽ ആസ്വാദനം കണ്ടെത്തിയിരുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പണം കൈ വരുന്ന പണത്തെ സംഭരിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. പിന്നീട് കിട്ടുന്ന ആ സംഭരിച്ചു വെച്ച പണത്തെ നമ്മുടെ കുടുംബത്തിൻ്റെ ഉന്നമനത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹാദിയായിട്ട് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷവും മിച്ചം പിടിച്ച ധനം അവരുടെ വാർദ്ധക്യകാലത്തെ ജീവിതം ആസ്വാദ്യകരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. വീണ്ടും ശേഷിക്കുന്ന ധനവും സമ്പാദ്യങ്ങളും അടുത്ത തലമുറയ്ക്ക് കൈമാറി തൻ്റെ പേരും ആ ഒരു പ്രസൻസും വീണ്ടും ഭൂമിയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടായിട്ട് പരിശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ലെവലുകളിലും അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമീപനങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകും. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സമീപസ്ഥരായിട്ടുള്ള ഇടക്കാലം കൊണ്ട് സ്റ്റക്കായി പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ലഹരിക്കടിമയായിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഊരി പോരാൻ പറ്റാത്തവർ, ചിലർ ഓവർ സൗഹൃദങ്ങൾക്ക് അടിമയായിട്ട് അതിൽ നിന്ന് പോരാൻ പറ്റാത്തവർ, ചില പ്രത്യേക സുഖങ്ങളുടെ പുറകെ പോകുന്നവർ, അവരൊക്കെ അവിടെ സ്റ്റക്കായി പോയതുകൊണ്ട് അവരുടെ മുൻപോട്ടുള്ള ഘട്ടങ്ങളിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റാതെ വരുന്നു. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം, ഈ സിറ്റുവേഷണൽ സ്റ്റക്നെസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ചേമ്പലയിൽ വെള്ളം ഒഴിച്ചാൽ അത് ഒഴുകി പോകുന്നത് പോലെ നമ്മൾ ഓരോ സിറ്റുവേഷൻസ്, ഓരോ ഘട്ടങ്ങളും കഴിഞ്ഞ് അടുത്ത ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് വിമുഖത കാണിക്കുന്നവർ ഇതുപോലെ തന്നെ ആ ജീവിതത്തിൽ പരാജയപ്പെട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ ഈ സിറ്റുവേഷനിൽ സ്റ്റക്കാവുന്ന അവസ്ഥ മാറി അടുത്ത സിറ്റുവേഷനിലേക്ക് പോകാനും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും പഠിക്കാത്തവർ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 വയസ്സായിട്ടും നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു വരുമാനം കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ, ഒരു 30കളിൽ എത്തുമ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരു 25കളിൽ എത്തുമ്പോഴെങ്കിലും നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിലൂടെ വരുമാനം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ, പിന്നീട് 30കൾക്കും 40കളിലും എത്തുമ്പോൾ ആ കഴിവുകളെ നമുക്ക് വിൽക്കാനും ആ കഴിവുകളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമ്മളുടെ നിർദ്ദേശമനുസരിച്ച് മറ്റുള്ളവരെ കൊണ്ട് ഈ നമ്മുടെ ചിന്തകളിലൂടെ യാത്ര ചെയ്യിപ്പിച്ച് അതിലൂടെ നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാനുമുള്ള ഘട്ടമാണ് 40കൾക്ക് ശേഷം. അവിടേക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല. കാരണം 25കളിലും 30കളിലും അവർ സ്റ്റക്കായി നിൽക്കുക. അതാണ് ചിലർ തൊഴിലാളികളായിട്ട് മാത്രമായിട്ട് തുടരുന്നത്. അവരൊരു വിദ്യ പഠിച്ചു, ഇപ്പം കൂലിവേല ചെയ്യുന്നവർ അവർ ആജീവനാന്ത കൂലിവേലക്കാരായിട്ട് മാറും. അത് സിറ്റുവേഷണൽ സ്റ്റക്കാണ്. ഈ സിറ്റുവേഷണൽ സ്റ്റക്കിൽ നിന്ന് മാറി അവരൊരു 40കൾക്ക് ശേഷം ഈ കൂലിവേല ചെയ്യുന്നവരെ സപ്ലൈ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനായിട്ട് മാറാവുന്നതാണ്. കാരണം നല്ലതായിട്ടൊരു കിളകാരനാണെങ്കിൽ അവൻ കിളക്കേണ്ടത് 25 തൊട്ടൊരു 40 വയസ്സ് വരെയാണ്. ഈ 40 വയസ്സുകാർ കഴിയുമ്പോൾ നല്ല കിളകാരെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലയറായിട്ട് മാറണം. കൂട്ടത്തിൽ ഈ വർക്ക് മോണിറ്റർ ചെയ്യുന്ന നല്ലൊരു സൂപ്പർവൈസറായിട്ട് മാറണം. അപ്പം നമുക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാവുന്ന ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് 25 തൊട്ട് 40 വയസ്സ് വരെയാണ്. അതിനുശേഷം നമ്മൾ ജോലി ചെയ്യിപ്പിക്കുകയും മറ്റുള്ളവരുടെ ചെയ്യുന്ന ആ കർമ്മത്തിലൂടെ നമ്മൾ പണം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടുന്നില്ല.
അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും ആരും എല്ലും മുറിയെ പണിയെടുക്കുന്നവരാരും ജീവിതത്തിൽ അച്ചീവ് ചെയ്യത്തില്ല. കാരണം ഒരു ഘട്ടത്തിൽ പണിയെടുക്കണം. അതിലൂടെ ആർജിച്ചെടുത്ത അറിവ് കൊണ്ട് നമ്മൾ വീണ്ടും സൂപ്പർവൈസറി മെത്തേഡിലൂടെ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അവരുടെ അധ്വാനത്തിനുള്ള റിസൾട്ട് നമ്മുടെ കളിലേക്ക് അത് പല ഭാഗങ്ങളിൽ നിന്ന് പല യൂണിറ്റുകളായിട്ട് വരാൻ തുടങ്ങുമ്പോഴാണ് ഒരാൾ സാമ്പത്തികമായിട്ട് സെറ്റിൽഡ് എന്ന് പറഞ്ഞൊരവസ്ഥയിൽ വരുന്നത്. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുന്നവർ ഈ 30കളിലും 40കളിലൊക്കെ ഉള്ളൂ, സാറേ ഇതുവരെ ഒന്നും സെറ്റിൽഡ് ആയിട്ടില്ല. അപ്പം ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളുടെ കഴിവെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? അതൊന്നുമില്ല, എല്ലാം ചെയ്യും. അറിഞ്ഞിട്ടില്ല. ആ കഴിവുകൾ തിരിച്ചറിയാത്തവർ ജീവിതത്തിൽ സെറ്റിൽഡ് ആകത്തില്ല. കാരണം നിങ്ങൾക്കൊരു തൊഴിൽ ലഭിച്ചു, നിങ്ങൾ ആ തൊഴിലിന് അർഹനല്ല, പ്രാപ്തനല്ല എന്ന് നിങ്ങളുടെ മേലധികാരി തിരിച്ചറിയപ്പെടുന്ന ദിവസം നിങ്ങൾ ഔട്ടാവുകയാണ്. നിങ്ങളുടെ വരുമാനം നിലയ്ക്കുകയാണ്, നിങ്ങളുടെ കുടുംബം അവിടെ തീരുകയാണ്. അപ്പം നിങ്ങളാരാണെന്ന് നിങ്ങളറിഞ്ഞ് നിങ്ങളാരാണെന്ന് അറിഞ്ഞ ആ അറിവിനെ മറ്റുള്ളവരിലേക്കും കൂടെ ഞാൻ ഇന്നതാണ്, എൻ്റെ കാര്യങ്ങൾ ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ഞാൻ എന്നെപ്പോലെ ചിന്തിക്കുന്ന എന്നെപ്പോലെ പ്രവൃത്തി പരിചയമുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ കയ്യിലുണ്ട്, അവരെ കൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരാം എന്ന് നമുക്ക് പറയാൻ പറ്റാത്തിടത്തോളം കാലം നമ്മൾ ജീവിതത്തോട് ആസക്തി ഉണ്ടാക്കപ്പെട്ടിട്ടില്ല, ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പം എല്ലാവർക്കും ഉള്ളൊരു ഉത്തരവാണ്, ഞാൻ ജീവിതത്തിൽ ഇതുവരെ 30കളായിട്ടും 40കളായിട്ടും 50കളായിട്ടും ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നുമായിട്ടില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്കുള്ള ഉത്തരം ഇതാണ്: നിങ്ങൾ സിറ്റുവേഷനലി സ്റ്റക്കായിട്ട് നിൽക്കുന്നവരാണ്. ആ സിറ്റുവേഷൻ പൊട്ടിച്ച് ബ്രേക്ക് ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് കയറാനായിട്ട് വിമുഖതപ്പെട്ട് നിൽക്കുന്നവരാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കയറണമെങ്കിൽ പരസഹായം ആവശ്യമുള്ളവരാണ്. ഇതാണ് സിറ്റുവേഷനെ ബ്രേക്ക് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം. നന്ദി, നമസ്കാരം. ഇത് ഇച്ചിരി കട്ടിപ്പെട്ട കഠിനമായിട്ടുള്ള വിഷയമാണ്, എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. ശരി എന്നാൽ.